അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഒരു നാല് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഔത്തുക്ക് പത്തിവണ്ട സന്ദർഭത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറിയാണ്. അപ്പോൾ ഒരു ഗൊമ്പരട്ടിക്ക് എന്താക്കിയിട്ടുണ്ട്, കൽച്ചുണ്ടുണ്ട്. അതിനിടയിൽ ഒരു ഗൊമ്പെന്ത് ഒരു മർത്ത് പീസിലാക്കിയത് ഒരു കുതിരയുടെ രൂപ. ആ കുതിരയ്ക്ക് എന്തുണ്ട്, ജണ്ട് റെങ്കെന്ത്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കേൾക്കറ്, ആയിഷ ഇത് എന്തിനുണ്ട്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും, നബി ഇത് റെങ്കയാണെന്ന് ചൊല്ലും. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേൾക്കടെ കുതിരകും റെങ്ക ഉണ്ടായിട്ടാണ് കേൾക്കുന്നത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരു രസകരമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കുന്നത്. ഇത് കണ്ടിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചിരിക്കറ്. എത്രത്തോളം ഒന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജാടപല്ല് കാണ്ട് പോലെയാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കുന്നത്, ചിരിക്കറ്. അപ്പോൾ എന്തായിരിക്കും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അണ്ട് കൊടുത്തെങ്കിലത്തെ ആ ഒരു ഉത്തരം അതായിട്ട് ഉണ്ട് ഞങ്ങൾ ഈ ഒരു ചരിത്രത്തിൽ നോക്കിക്കൊണ്ട്. അതായത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു ജീവന ചരിത്രം. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിശുദ്ധമായ നുബുവത്ത് കിട്ടിയാൽ പിന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസത്ത് ചങ്ങായായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സന്തോഷ വാർത്ത കിട്ടും. അതായത് ബഹുമാനപ്പെട്ട ഉമ്മു റുമാൻ ബിൻത്ത് ആമിർ റളിയല്ലാഹു അൻഹ, അതായത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പ്രിയ പത്നിയാണ്. പിന്നെ എന്താക്കിയത്, പ്രസവിച്ചൊരു പെത്തറ് ഒരു പെൺകുട്ടിക്കാണ് ജന്മം എന്താക്കിയത് കൊടുത്തത്. ആ പെണ്ണിയുടെ പേരാണ് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ. ഈ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മക്കയിൽ വെച്ചിട്ടാണ് എന്തായത്, ജനിച്ചത്. ചെറിയ പ്രായത്തിൽ ഒരുപാട് നല്ല ബുദ്ധി കൂർമ്മത ഉള്ളെങ്കത്തെ ഒരു പെണ്ണായിട്ട് എന്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നല്ല ബുദ്ധിയും അതേപോലെ നല്ല വിവേകവും അതേപോലെ നല്ല സൗന്ദര്യവതിയായ ഒരു പെണ്ണായിട്ട് എന്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതായത് ചെറിയ പ്രായത്തിൽ ഒരുപാട് ഇൽമു പഠിച്ചെങ്കത്തെയും ഒരുപാട് ഇൽമു പഠിക്കുക ആഗ്രഹിച്ചെങ്കത്തെയും ഏതെല്ലാം സന്ദർഭത്തിൽ ഇൽമു പഠിക്കുക കിട്ടുമോ അതെല്ലാം പഠിച്ചെങ്കിൽ ഒരു മഹദിയായിട്ട് എന്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പിന്നീട് ലോകത്തിൽ അറിയപ്പെട്ടത് ഏറ്റവും വലിയ ഒരു അധ്യാപികയായിട്ടാണ് എന്തായത് ലോകം അറിയപ്പെട്ടത്. അതുമാത്രമല്ല ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ഏകദേശം 2000 ചില്ലറ ഹദീസാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കിയത് ഈ ലോകത്തേക്ക് പഠിപ്പാട്ടി കൊടുത്തത്. അപ്പം അത്രക്കും വലിയൊരു ഇൽമുള്ളവൻക്കത് ഒരാളായിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയ പത്നിയായിട്ട് ഇന്നെങ്കിലത്തെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ബഹുമാനപ്പെട്ട ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ, ഇത് ഈ മഹദി പണ്ടൊരു ചെറിയൊരു ബ്രോക്കർ പോലത്തെ ഒരാളായിട്ടുണ്ട്. അപ്പോൾ ഈ മഹദിയാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വന്നിട്ട് ഒരു വിവാഹ ആലോചന നടത്തരുത്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലെ, നിങ്ങൾ ഇങ്ങനെ അതായത് ഭാര്യ വഫാത്തായത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബേജാറിൽ നിൽക്കുന്നത് സമയമല്ല, അല്ലാണ്ട് നിങ്ങൾ ഒരുപാട് മക്കളുള്ളവർ അപ്പം അങ്ങനെയുള്ള നോക്കുക ഒരു മങ്ങിലാവിടുന്ന് നല്ലതല്ലേണ്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ചൊല്ലത്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു ബേജാറായിട്ട് ഇന്നെങ്കിലും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കുക ആരെയാണെന്ന് ആ മങ്ങിലാവണത്. അപ്പോഴാണ് ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ചൊല്ലത്, അത് നൻ്റെ പക്കലിൽ 2 ആൾക്കാരുണ്ട് നബി, ഒന്ന് വിധവയായ പെണ്ണുണ്ടും അതേപോലെ പിന്നൊന്നും മങ്ങിലാവാത്ത കന്യകയായ ഒരു പെണ്ണും ഉണ്ടും ചൊല്ലും. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ആരാണ് വിധവയായ പെണ്ണുള്ളത്. അങ്ങനെ ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ചൊല്ലും, സൗദ ബീബി റളിയല്ലാഹു അൻഹ ഉണ്ട് നബിയെ ചൊല്ലും. അങ്ങനെ സൗദ ബീബി റളിയല്ലാഹു അൻഹയായിട്ടുള്ള വിവാഹം ആ ഒരു സംഭവത്തിലാണ് സൗദ ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് മങ്ങിലടുത്ത്. അതേപോലെ പിന്നെയാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന്യക പെണ്ണ് ആരുണ്ട്. അപ്പോഴാണ് ഖൗല ബിൻത്ത് ഹക്കീം റളിയല്ലാഹു അൻഹ ചൊല്ലത്, നിങ്ങൾ ചങ്ങായിക്കത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകളായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൊണ്ടുകൊണ്ടാണ് ചൊല്ലത്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി ഈ ഒരു കല്യാണത്തിന് സമ്മതം കൊടുക്കണം.
അങ്ങനെ ഹൗല റളിയല്ലാഹുഅൻഹ നേരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഔത്തു പോയിട്ട് റുമാൻ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് എന്താക്കട് ഈ ഒരു വിഷയം ഇങ്ങനെ ചൊന്നു കൊടുക്കും, നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് വന്നത്, ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവാഹാലോചനയായിട്ടാണ് വന്നതെന്ന് ചൊല്ലും. അപ്പോൾ റുമാൻ റളിയല്ലാഹുവിനു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഇങ്ങനെ വിഷയം ചൊന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചൊല്ലും, ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു വിഷയമുണ്ട്. അതായത് വിഷയം എന്ന് പറഞ്ഞെങ്കിൽ മക്കയിൽ അണ്ടത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രമുഖനായ ഒരാളായിട്ട് ഇത് സുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹു. ഇത് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല, ഇസ്ലാം മതം സ്വീകരിക്കുന്ന മുന്നിലാണ് ഈ ഒരു വിഷയം നടക്കുന്നത്. അപ്പോൾ സുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹുവിൻ്റെ മോണുകായിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹുവിനെ കേട്ട് വെച്ചിട്ടിരുന്നാർ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചൊല്ലുന്നത്, ഞാൻ ഈ അങ്ങോട്ട് ഒന്ന് വിഷയം മുണ്ടിട്ട് ഞാൻ ഇതൊക്കെ എന്താ വിവരം കൊടുക്കുറാന്ന് ചൊല്ലും. അങ്ങനെ സുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹുവിൻ്റെ മുട്ട അത് ഇസ്ലാം മതം സ്വീകരിക്കുന്ന മുന്നിലാണ് ചൊന്നല്ല. അപ്പോൾ അങ്ങനെ പോയിട്ട് ഈ ഒരു വിഷയം ചൊല്ലും, ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വന്നിട്ട് എന്തരാക്കണം. അപ്പോഴാണ് സുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹുവിൻ്റെ പെഞ്ഞായ ചൊല്ലത്, നിങ്ങളെ ഈ ഒരു ഇസ്ലാം മതം എന്താവും ഇപ്പം ആയിഷ ബീബിയുടെ മാത്രം മങ്ങിലായി കൊടുത്തെങ്കിൽ നിങ്ങളൊരു ഈ ഇസ്ലാം മതം ഞങ്ങളുടെ കുടുംബത്തുക്കും ബറും, അത് ഞങ്ങളുടെ കുടുംബം എല്ലാവരും മുസ്ലിം ആയി പോകാറ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താവില്ല ഈ ഒരു ബന്ധത്തിന് ഞങ്ങൾ താല്പര്യമല്ല, ഞങ്ങൾ എന്താക്കട ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുക, അതുകൊണ്ട് ഞങ്ങൾ എന്താക്കില്ല ആയിഷ ബീബിക്ക് മങ്ങിലാക്കി കൊടുക്കില്ല എന്ന് ചൊല്ലുക. അതായത് എൻ്റെ മോൻ്റെ ആയിഷ ബീബി മങ്ങിലാക്കി കൊടുക്കില്ല. അങ്ങനെ ഇത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഏറ്റവും സന്തോഷമായ ഒരു കാര്യമാണ്. അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടാണ് പിന്നീട് വിവാഹം നടക്കുന്നത്. അപ്പോൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ ഒരു ഫ്രണ്ടും ഒക്കും, അതേപോലെ കുടുംബ ബന്ധമാവും. അപ്പോൾ നല്ലൊരു ആഗ്രഹമാണ് പിന്നീട് ആർക്ക് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉണ്ടാകുകയും ഈ ഒരു സംബന്ധത്തിന് മെയിനായിട്ട് എന്താഗ്രഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു ചെറിയൊരു വയസ്സാണ്, 6 വർഷം ആ ഒരു സന്ദർഭത്തിലാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ അവിടുത്തെ നിക്കാഹ് അവിടുത്തെ. ആ നിക്കാഹാവുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹുവിന് മഹറായിട്ട് കൊടുത്തത് 500 ദിർഹമാണ്. ഈ ഒരു മങ്ങിയിലവിടെ സന്ദർഭത്തിൽ ആയിഷ ബീബി റളിയല്ലാഹുവിന് എന്തുള്ള അഭിഷേകം ഗൊന്തിട്ടില്ല എന്താ കാരണം ആയിഷ ബീബി റളിയല്ലാഹു ചെറിയ കിടാവാണ്. അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ ആ സമയത്തുള്ള ഈ ഗൊമ്പലുള്ള കളിക്കലുണ്ട്, അത് ആയിഷ ബീബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഗൊമ്പരൊട്ടിക കളിക്കുന്നതും അതേപോലെ ഊഞ്ഞാലാടുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതിലൊരു ശ്രദ്ധിക്കാനായ ഒരു കാര്യം എന്താ വെച്ചെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെറിയ അണ്ടത്തെ കാലഘട്ടത്തിൽ ചെറിയ വയസ്സിൽ എന്താക്കി നിക്കാഹ് ആക്കി കൊടുത്തു എന്നായിരുന്നിട്ടാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ചിന്തിക്കാനായ ഒരു കാര്യമുണ്ട്. അതായത് ഹൗല ബീബി റളിയല്ലാഹു അൻഹ അവിടെ പോകേണ്ട മുന്നുള്ളൂ സുബൈർ ബിൻ മുത്തഈം റളിയല്ലാഹുവിൻ്റെ മോനുമായിട്ടുള്ള ഒരു കേട്ടുവെക്കൽ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെങ്കിൽ അപ്പോൾ അണ്ടത്തെ കാലത്തിൽ ആ ചെറിയ വയസ്സിൽ മങ്ങിലവിടെ വലിയൊരു പ്രശ്നമായിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ പിന്നെ ഒരു തങ്ങ് ചിന്തിക്കാനായ ഒരു കാര്യം കണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഏതാണ് നിന്റെ പക്കലുള്ള പെണ്ണ് ഏതുണ്ടോ ഹൗല ബീബി റളിയല്ലാഹു അൻഹ കേൾക്കുമ്പോൾ 2 ആൾക്കാരുടെ പേരാണ് ചൊന്നത്. ഒന്ന് സൗദാർ റളിയല്ലാഹുവിൻ്റെതും അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ പേരാണ് ചൊന്നത്. അപ്പോൾ ഞങ്ങൾ ചിന്തിക്കാനായ ഒരു കാര്യം, ഈമ ഒരു ചെറിയ രീതിയിലുള്ള ബ്രോക്കറാണ്. അപ്പോൾ അണ്ടത്തെ കാലഘട്ടത്തിൽ ചെറിയ ആൾക്കാർ മങ്ങിലാക്കി കൊടുക്കുന്നത് കൊണ്ടല്ലേ ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ പേര് ചൊന്ന് കൊടുത്തത്. ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് ചൊന്ന് കൊടുക്കാൻ അങ്ങനെ മങ്ങിലാക്കില്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പേര് എന്താക്കലന്ത ചൊന്ന് കൊടുക്കലന്ത. അപ്പോൾ മങ്ങിലാക്കൃത് കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു പേര് ചൊന്ന് കൊടുത്തത്. അപ്പോൾ ഈ അണ്ട കാലഘട്ടത്തിൽ ചെറിയ വയസ്സിലുള്ള മങ്ങിൽ എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം എന്തും അല്ല എന്നുകൊണ്ടാണ് നമുക്ക് എന്താ അവിടുത്തെ മനസ്സിലാക്കുക സാധ്യമാവുന്നത്. അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മങ്ങിലാക്കൃത് കൊണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്തായിട്ടുള്ള ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ബാപ്പക്കും ഒരു എതിർപ്പില്ല, അതേപോലെ റായത്തങ്ക അതേപോലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് കണ്ടെങ്കിൽ അണ്ടത്തെ കാലഘട്ടത്തിൽ ആൾക്കാരെങ്കിലും എന്താക്കാൻ പറയാൻ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ ശത്രുവാണ് അബൂജഹൽ, അതേപോലെ ഉത്ബത്ത് ഷൈബത്ത്, ഇങ്ങനെ എന്താക്കാൻ പറയാൻ ഇങ്ങനെന്തെങ്കിലും ഒരു വാക്ക് ചൊല്ലാൻ പക്ഷെ ഇത് എന്തുമാക്കിയില്ല ചൊന്നില്ലാണ്ട് കണ്ടെങ്കിൽ അണ്ടത്തെ കാലഘട്ടത്തിൽ എന്തല്ല അത്രയും വലിയ പ്രശ്നമായ ഒരു കാര്യം അല്ലാണ്ട് നിങ്ങൾ മനസ്സിലാക്കണമായത്. ഇത് സാന്ദർഭികമായിട്ട് നാം ഒരു ചൊന്ന വിഷയമാണ്. അതേപോലെ ഇതിന്റെ വിഷയത്തിൽ പിന്നെ ഒരു കാര്യം ചിന്തിക്കുക ഒരു കാര്യം എന്തെങ്കിലും ചൊന്നിട്ട് കണ്ടെങ്കിൽ അക്കാലഘട്ടത്തിൽ മങ്ങിലാവോട് ചൊല്ലുമ്പോൾ ഈ പെണ്ണിങ്ങിലെ ഒരു സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഇണ്ടത്തെ കാലഘട്ടത്തിൽ കമ്പയർ ആക്കി ഇണ്ടത്തും ഒരേപോലെ അല്ല. അതായത് അണ്ട കാലഘട്ടത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പെണ്ണിങ് നല്ലോണം എന്തായിട്ട് അതായത് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളർച്ച ഉണ്ടായിട്ടുകൊണ്ടാണ് ചില ആൾക്കാർ ചൊല്ലുന്നത്. അപ്പം അത്രക്കും മങ്ങിലാവുക അണ്ടത്തെ കാലത്ത് എന്തുമല്ല വലിയൊരു പ്രശ്നമുള്ള ഒരു വിഷയമൊന്നുമല്ല ഈ ഒരു മങ്ങില ചൊല്ലത്. അങ്ങനെ ഏതായാലും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ കാലഘട്ടത്തിൽ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ട് കൂടരുത് എന്നുള്ളത് അണ്ടത്തെ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. അത് പിന്നെ ഹിജ്റ കഴിഞ്ഞാൽ പിന്നെയാണ്, അത് ഹിജ്റ പോയിട്ട് മദീനത്തിൽ വെച്ചിട്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങവും അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തായത് വീട്ട് കൂടിയത്.
അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്തായിട്ട് മദീനത്ത് ഹിജ്റ പോയിട്ട് അങ്ങനെ മദീനത്തിൽ എത്തിയാൽ പിന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കറ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു ചൊല്ലു സ്വന്തം കുടുംബത്തോടെ കൂട്ടിയ പിറകും മദീനത്ത് കൂട്ടിയ പിറകും അങ്ങനെ മദീനത്ത് എന്താക്കട് ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു പോയിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ കുടുംബത്തോട് കൂട്ടിയ വണ്ട് മദീനത്ത് കൂട്ടിയ വണ്ട് അങ്ങനെ മദീനത്ത് വണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ആ ഒരു വണ്ട് ഹിജ്റ ബണ്ടതാണ് മദീനത്തേക്ക് ആ ഒരു വണ്ട് എന്താടോ ഒരു സഡനായിട്ട് ഓടുക തുടങ്ങും. നല്ല ഓട്ടാണ് ഓടുക തുടങ്ങുന്നത്. അതായത് ഈ വണ്ട് എന്തുമോ ഒരു സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ടാണ് ഓടുന്നത്. അപ്പം ഈ സന്ദർഭത്തിൽ ബഹുമാൻ്റെ ഉമ്മർ റുമാൻ റളിയല്ലാഹു അൻഹ ചൊല്ലു എൻ്റെ മോൾക്ക് എന്തായത് എന്നോട് പേടിച്ചിട്ട് ആ ഒരു സന്ദർഭം ഉണ്ടായിട്ട് അങ്ങനെ പിന്നീട് എന്താ അവിടെ ആ വണ്ട് സഡനായിട്ട് നീണ്ടിട്ട് ആ ഒരു പ്രശ്നം അപ്പത്തേക്ക് എന്തായിട്ട് നീണ്ടത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു കുടുംബത്തെ എന്താക്കിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ടാണ് ചൊല്ലത്. അതേപോലെ മദീനത്ത് വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തായിട്ട് രോഗം വന്നിട്ട് എന്തുണ്ടാണ് നല്ലൊരു രോഗം വന്നിട്ട് കാരണം ഔട്ടർ ക്ലൈമറ്റും ഊട്ടർ ക്ലൈമറ്റും എന്തായിട്ടില്ല ഒത്തു വരാത്തത് കൊണ്ട് നല്ലോണം ഒരു വലിയൊരു പണിയല്ല ആർക്ക് ബന്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ബന്ത് പണി ബന്തുണ്ട് മാത്രമല്ല ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മുടിയെല്ലാം എന്തായിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്തായിട്ട് തുടങ്ങിയിട്ടുണ്ടാണ്. പിന്നീട് അതെന്തായിട്ട് സുമറായിട്ട് പിന്നീട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കിയത് ദ്വാരന്നിട്ടുണ്ടാണ് ഈ ഒരു രോഗം ഇല്ലാതാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്തായിട്ട് ആ ഒരു രോഗം നിന്നിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഷിഫ ആയിട്ടുണ്ടാണ്. അങ്ങനെ പിന്നീട് ഈ എല്ലാ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ അതിനാച്ചൊന്നുമില്ലേ ഈ ഗൊമ്പല കളിക്കിടതും അതേപോലെ ഊഞ്ഞാലാടുന്നതല്ല ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചങ്ങായിമാരൊട്ടിക്ക് ഇങ്ങനെ യന്ത്രത്തിൽ ഊഞ്ഞാലാടുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉമ്മർ റുമാൻ റളിയല്ലാഹു അൻഹു എന്താക്കുക ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വിളിക്കുകയും അങ്ങനെ ചന്ത ബിലിച്ചിട്ട് തലല്ല ഭാര്യയിട്ട് കൊടുത്ത് നല്ല വസ്ത്രം ഇട്ടത്. അപ്പോൾ അൻസാരികളായ ബാക്കി പെണ്ണുങ്ങൾ എന്തായിട്ട് ഇക്കറാറ് വന്നിട്ട് അങ്ങ് വന്നിട്ട് ഹബീബിന ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നല്ല ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ടു. അങ്ങനെയാണ് എന്തായത് ആദ്യമായിട്ട് ഒരു ബീട്ട് കൊടുത്തത്. ആ സന്ദർഭത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താക്കറ് ബണ്ട് ഇവിടെ ബണ്ട് ഔത്തുക്ക് ബണ്ട് ആരെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ ഔത്തുക്ക് വന്നിട്ട് ആ സന്ദർഭത്തിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത് ഒരു ലോട്ടൽ എന്താണ് ഒരു ഗ്ലാസ്സിൽ എന്താണ് പാലാണ് കൊടുക്കുന്നത്. അത് ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കുകയും പിന്നീട് അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൊടുക്കുമ്പോൾ അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കുക ഫസ്റ്റ് എടുക്കുക എ സി ആക്കുക. അപ്പോൾ ചങ്ങായിമാർ അതായത് ബാക്കിയുള്ള ചെറിയ ഫ്രണ്ട്സുമാർക്കുള്ള ഇതെത്തുന്ന കുടി അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന കാര്യമല്ലേ അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കുക കുടിക്കുക. അങ്ങനെ കുടിച്ചാൽ പിന്നെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല ഈ പാൽ നിങ്ങളുടെ ചങ്ങായിമാർക്കും കൊടുക്കുമെന്ന് ചൊല്ലുക. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് ആദ്യമായിട്ട് എന്താ ഒരു ബീട്ട് കൂട്ടുന്നത്. ഈ ബീട്ട് കൂട്ടുന്നത് ഏകദേശം ഒരു 10 വർഷം 11 വർഷം ആ ഒരു ഒലിമ്പോ 10 വർഷം ആ ഒരു ഘട്ടത്തിലാണ്. അതായത് ആ ഒരു സന്ദർഭത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു വളർന്ന ഒരു കാലഘട്ടത്തിലാണ്. ആയെങ്കിലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ ഒരു ചെറിയൊരു കുട്ടിത്വം എന്തെന്ന് ചെറിയൊരു ആ കളിക്കരുത് എന്നുള്ള ആ ഒരു സ്വഭാവം എന്ത് ചെറിയതിലായിട്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇന്ത് അതൊക്കെ എന്താക്കിയിട്ടുള്ളത് അത് എന്തും ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ടുള്ളത് എതിർത്തിട്ടില്ല എന്തുണ്ടാണ് അതെല്ലാം കളിക്കുകയല്ല. അതായത് ചങ്ങായിമാരുടെ പോണകും ചങ്ങായിമാരുടെ കളിക്കുകയും അല്ല ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ഇത് ബുട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ സന്ദർഭത്തിലാണ് ഒരുനാൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔത്തുക ബണ്ട് സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കിയിട്ടുള്ളത് ഈ ഒരു ഗൊമ്പര അതിലൊട്ടി കളിച്ചോണ്ടുള്ളത്. ഈ കളിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കുതിരയുടെ രൂപത്തിലുള്ള ഒരു ഗൊമ്പ. ഈ ഗൊമ്പയ്ക്ക് എന്തുണ്ട് രണ്ട് റെങ്കുണ്ട്. അങ്ങനെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേൾക്കുക ഇത് എന്തിനാണ് കേൾക്കുക. അപ്പോൾ ചൊല്ലു ഇത് കുതിര. അപ്പോൾ ഈ കുതിരയുടെ മേലെ എന്തുണ്ട് ഈ കുതിരയുടെ മേലിൽ രണ്ട് റെങ്കുണ്ട്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട് കേൾക്കുക കുതിരക്ക് റെങ്കം വേണ്ട. അങ്ങനെ ആർക്ക് എടുത്ത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപേണ ഇങ്ങനെ ചിരിച്ചിട്ട് എടുത്തു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നല്ല രസകരമായിട്ടാണ് ആ ഒരു അതുക്കുള്ള ഒരു ഉത്തരം കൊടുക്കുന്നത്. അല്ല നബിയെ ನೀವು ಗೊತ್ತಿല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കുതിരക്ക് റെങ്ക് എന്തല്ലേ. അപ്പോൾ ഈ കുതിരക്ക് റെങ്ക് കറികൾ എന്തുകൊണ്ടാണ് തൊന്തര. ഈ ഒരു ആൻസർ കേട്ടിട്ടാകുമ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജാടപല്ല് കണ്ടെടുത്തോളം അത്രക്കും ഒരു വലിയൊരു ചിരി അതായത് സൗണ്ടുള്ള ചിരി ഉണ്ടല്ല ജാടപല്ല് കണ്ടെടുത്തോളുള്ള വലിയൊരു ചിരി ആറ് ചിരിച്ചിട്ടുണ്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചിട്ടുണ്ടാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുമോ പിന്നെ ഒരു കാര്യം എന്താ വെച്ചുണ്ടെങ്കിൽ ഹബീബ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അത്ര ചെറിയ വയസ്സിലും
അതായത് ഒരുപാട് ഇൽമു പഠിച്ചിട്ട് എന്തുണ്ടാണ്, ഒരുപാട് ചരിത്രങ്ങൾ ഒരുപാട് ഇൽമു പഠിച്ചിട്ട് എന്താണ് എത്രത്തോളം ചെന്നെങ്കിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വൈദ്യശാസ്ത്രം കൂടി പഠിച്ചിട്ട് എന്തുണ്ടാണ് ചരിത്രകാരന്മാർ ചൊല്ലുന്നത്. അതായത് ഒരു ഡോക്ടറും കൂടിയാണ്, ചെറിയ മട്ടത്തിലുള്ള ഒരു ഡോക്ടറും കൂടിയാണ് ആ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതേപോലെ വലിയൊരു കവിയും കൂടിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ഈ ഒരു ചെറിയ രീതിയിൽ, അതായത് ഈ ചെറിയ പ്രായത്തിലെ ഒരു മങ്ങലാവൽ കൊണ്ടിട്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തെങ്കിലും ഒരു എതിർപ്പും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിപൂർണമായ ജീവിത കണ്ടുപഠിക്കുക ആരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സാധിച്ചിട്ട് എന്തുണ്ടാണ്. അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔത്തുക്ക് വന്ന സന്ദർഭത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൂം ചെന്ന് വെറും ചെറിയ റൂമായിട്ട് എന്ത്, അതായത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജാവു തഹജ്ജുദ് നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ സുജൂദ് ഇടുന്ന സന്ദർഭത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കാല് മടക്കിയിട്ട് കൊടുക്കാനായിട്ട് എന്ത്, അത്രക്കും ചെറിയ റൂമിലാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അതേപോലെ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചതുണ്ടാണ്. അപ്പം നല്ല പ്രിസത്തിലും നല്ല സന്തോഷത്തിലും കൂടിയാണ് ഇങ്ങനെ ജണ്ടാലും എന്താക്കി ജീവിച്ചത്. ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയും കൂടിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഇനി അങ്ങനെ ഒരു ആ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ ചെറിയ ചെറിയ നല്ല നല്ല വിഷയങ്ങളാണ് ഇനി എന്താക്കി ചൊല്ലപ്പോണ്ടത്. വലിയ ഒരു സ്റ്റോറി ചൊല്ലില്ല, ചെറിയ രൂപം മാത്രമേ ചൊല്ലുക. കാരണം ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം ചൊല്ലിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ചരിത്രം ആരെ ബക്കലുണ്ട്, ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിലുണ്ട്. ഏതായാലും അതൊരു ചെറിയൊരു രൂപമാണ് ഇപ്പം ഞാൻ എന്താക്കി ചൊല്ലത്. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിലുള്ള പിന്നൊരു ചെറിയൊരു രസകരമായ ഒരു കാര്യം പറഞ്ഞാൽ, ഒരു പെരുന്നാളിൻ്റെ കാലഘട്ടത്തിലും അബുസീനിയയിലുള്ള എത്യോപ്യയിൽ അബുസീനിയയിലുള്ള എനിക്ക് ആൾക്കാർ എന്താക്കി വന്നാർ, പള്ളിയുടെ ആ ഒരു ഈ പള്ളിയിൽ ഉൾഗ എന്താക്കി വന്നാർ ഒരു കലരി പയറ്റും ചൊല്ല, അതായത് അങ്ങനെ ആയുധമായിട്ടുള്ള ഒരു പ്രകടനം. അത് ഒരു പെരുന്നാൾ നാളായത് കൊണ്ടിട്ട് നല്ല ഇങ്ങനെ പള്ളിയുടെ ഉള്ളിൽ ഇങ്ങനെ ആയുധം ഇങ്ങനെ ആക്കി വന്നാറ്. അപ്പോൾ പിന്നെ ഒരു വിഷയം തോന്നുന്നുണ്ട്, പള്ളിയും അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ അവം എന്താണ് ഒട്ടിക്കാണ്. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താ ഇതൊരു ആശയത്ത് ഈ ഒരു എന്താ പയറ്റ് നോക്കുക, അതായത് ഇങ്ങനെ ഒരു എന്താ ആയുധം കൊണ്ടിട്ടുള്ള ഒരു കല അത് നോക്കുക ഭയങ്കര ആഗ്രഹം താർക്ക് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം നബി എനിക്ക് ഇത് നോക്കൂല ആഗ്രഹം ഉണ്ടോ. അപ്പം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തായില്ല അതിക്കൊന്നും എതിർന്നിട്ടില്ല. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹുവിൻ്റെ കൂട്ടിയെ വന്നിട്ട് അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹുവിനും ഒരു മര ആക്കി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മര പോലെ ആക്കിയിട്ട് മരയുടെ ഇപ്പുറത്ത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ചിരവിടെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തല വെച്ചിട്ട്, അതായത് ഒരു താടി ഇങ്ങനെ വെച്ചിട്ട് ഇപ്പം മക്കളാണ് ഞങ്ങളുടെ ബാക്കിൽ വന്നിട്ട് ഒരു കുഞ്ചിര മേലെ ഇങ്ങനെ തല വെച്ച് ദയിക്കില്ല, താടി വെച്ചിട്ട് ഇങ്ങനെ ദയിക്കില്ലേ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുഞ്ചിരവിടെ ഇങ്ങനെ തല വെച്ചിട്ട് ഇങ്ങനെ താടിയുടെ ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു കല്ലരി പയറ്റ് ഇങ്ങനെ നോക്കിയോണ്ട് വെച്ചിട്ടാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയില്ല അവിടെ നിന്ന് എണിച്ചു പോയില്ലാണ്ടാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇങ്ങനെ കേട്ടോ എന്ത്, ആയിഷ എനിക്ക് നോക്കിയിട്ട് മയ്യായില്ല ഇന്നും നോക്കണണ്ടാണല്ലോ കേട്ടോ എന്ത്. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചൊല്ലും തെല്ല് നബി ഒരു തെല്ലും കൂടി ഞാൻ ഇതിലെന്താക്കിയിട്ട് നോക്കണം. ആയെങ്കിലും എന്താക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയില്ല അവിടെ നിന്ന് എണിച്ചു കൊടുത്തില്ലാണ്ടാണ്. എത്ര നോക്കൂ മനസ്സുണ്ട് അത്രത്തോളം എന്താക്കിയത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ ഒരു കല്ലറി പേറ്റ് കാട്ടി കൊടുത്തിട്ടുണ്ടാണ്. ആ സന്ദർഭത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കിയത് പള്ളിയുടെ ബണ്ടത് പള്ളിയുടെ പറമ്പ് ഇങ്ങനെ എന്താക്കിയുള്ളത് ഈ ഒരു കല്ലറി പേറ്റ് ഈ ഒരു ആയുധത്തിലുള്ള ഇതാക്കിണ്ടിക്കുമ്പോൾ അത് തടയുക പോയിത്ത. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നത് തടയണ്ട അങ്ങ് എന്താക്കിയുണ്ട് ആക്കിക്കൊണ്ടിരിക്കട്ടെ, കാരണം അങ്ങ് ഒരു സന്തോഷത്തെ നാളാണ് ഉണ്ട്. അതായത് അണ്ടത്തെ കാലഘട്ടത്തിൽ പള്ളി എന്നുള്ളത് വെറും ആരാധനക്ക് മാത്രമല്ല എല്ലാ കലാകാരമായ ഒരു കാര്യത്തിനും പള്ളിയുണ്ട് ഇന്നുണ്ടാണ്. അപ്പോൾ അത്രക്കും അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹു ഒരു മരയാക്കി കൊടുത്തിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ ഇത് കാട്ടി കൊടുത്തിട്ടുണ്ടാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എതിരൊരു മര വെച്ചിട്ട് മരയുടെ ബാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങയും അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കിയത് തെച്ചു കൊടുത്തു. അപ്പോൾ ചെറിയൊരു ഭാഗത്തിലൂടെ എന്താക്കിയിട്ട് ആ ഒരു സാധനം ആ ഒരു കലറി പയറ്റ് കണ്ടെത്തേണ്ടതാണ്. അതേപോലെ പിന്നൊരു രസകരമായ ഒരു കാര്യം എന്താണ് ചൊന്നു കണ്ടെങ്കിൽ പറഞ്ഞാൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങയും അതേപോലെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും ഒരു യാത്ര പോകേണ്ടതാണ്. ഇങ്ങനെ യാത്ര പോകേണ്ട സന്ദർഭത്തിൽ സ്വഹാബികളായ ആൾക്കാരും ഉള്ളത്. അപ്പോൾ സ്വഹാബികളായ ആൾക്കാരായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു നിങ്ങൾ എന്താ കുറത്തിൽ എതിർത്തില്ല വേഗം പോറ് ചൊന്തു. അങ്ങനെ എല്ലാവരും വേഗം പോയാറ്. പിന്നീട് ബാക്കിലുള്ളത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങും ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുമാണ്. അപ്പോൾ ഇങ്ങോട്ട് ഒരു പ്രൈവസി കിട്ടുക വേണ്ടിയിട്ട് അങ്ങനെ ഇതിലെന്താക്കിയത് കടത്തിയത്. അപ്പോൾ ആയിഷ ബീബിയും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇക്കര സന്ദർഭത്തിൽ
ಸಂದರ್ಭದಲ್ಲಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ತಂಗ ಚೊಂತು ನಂಗೆ ಇಂಡೊರು ಸ್ಪರ್ಧೆ വെച്ചെങ്കിൽ ಎಂದ್ರ ಸ್ಪರ್ಧೆ ಆಯಿಷ ಬೀಬಿ ರದಿಯಲ್ಲಾಹು ಅನ್ಹಾ ಕೇಳ್ತು ನಂಗೆ ഒരു ഓട്ട മത്സരം അതായത് ഓടുന്ന ഒരു മത്സരം ഒരു സ്പർദ്ധ ഞങ്ങൾ ബേക്കാൻ ചൊന്നു. ഈ സന്ദർഭത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ സപ്പുറാണ്, തടിയില്ലാത്ത ഒരു സന്ദർഭമാണ്. അങ്ങനെ ജണ്ടാൽ ഒപ്പിയിട്ടാകുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജണ്ടാൽ എന്താക്കി ഓടി തുടങ്ങിയത്. അങ്ങനെ ഓടിയിട്ടാകുമ്പോൾ എന്തായത് സ്പർദ്ധയല്ലേ, അങ്ങനെ ഓരോ ഓടിയിട്ടാകുമ്പോൾ എന്തായത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തായത് വിന്നായത്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയത് സോത്തുത്തു. അപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തൊക്കെയും അപ്പോൾ അത് എന്തായത് ആയിഷ ബീബി റളിയല്ലാഹു വലിയൊരു കൊസിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വിന്നായില്ല. അത് ഒരു പെഞ്ഞയിനോടുള്ള ആ ഒരു പെഞ്ഞായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സ്നേഹവും ഒരു ബാന്ധവ്യമാണ് ഞങ്ങൾ കാട്ടിത്തണ്ടത്. അങ്ങനെ ആ ഒരു സന്ദർഭം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു സന്ദർഭം വന്ന്, അതായത് ഇങ്ങനെ ഒരു യാത്ര വന്ന് അങ്ങനെ ഇപ്പോൾ ഈ സ്വഹാബികൾ ഇന്നാറ് നബി സല്ലല്ലാഹു അലൈഹി എന്താക്കിയത് കടത്തിത്ത്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു സാഹചര്യത്തിലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തടിയുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അപ്പോൾ ಇಂಡು ನಂಗೆ എന്താക്കാം ഒരു ഓട്ട സ്പർദ്ധ വെച്ചിട്ടുള്ള അപ്പോൾ ഈ രണ്ടാമത്തെ ಇಂಡು ನಂಗೆ വന്ന ഒരു സ്പർദ്ധ വയ്ക്കുക ചൊന്തു. അങ്ങനെ അണ്ടും എന്താക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കി രണ്ടാളും ഓടിയാറ്. അങ്ങനെ ആ ഒരു ഓട്ടം ഓടിയത് കൊണ്ടിട്ട് 54 വിന്നായിട്ട് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എന്തായിട്ട് വിന്നായിട്ട്. അപ്പോഴാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലത് അണ്ട് നീ നൻ്റെ സോപ്പാട്ടിയല്ലേ അതുക്കുള്ള ഒരു ആ പന്തത്ത് അണ്ട് സോപ്പാട്ടിയൊക്കെയുള്ള ഒരു ഇത്തരായിട്ടിക്കറിയത് അണ്ട് നീ നൻ്റെ സോപ്പാട്ടി ഇണ്ട് നിൻ്റെ നാണ് എന്താക്കിയ സോപ്പാട്ടി. അപ്പോൾ ആ ഒരു രസകരമായ ഒരുപാട് കാര്യം ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് നടന്നത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആയിട്ട് നടന്നത്. അങ്ങനെ അതേപോലെ ചൊന്നില്ല ഒരുപാട് ഇൽമു പഠിച്ച ഒരാളും കൂടിയാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഒരു ചലനവലനങ്ങളും കണ്ടെങ്കിത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ആവുന്ന കാലഘട്ടത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചിട്ടാണ് വഫാത്ത് ആവുന്നത്. ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ആവുന്നത്. അതേപോലെ വഫാത്ത് ആവുന്ന സന്ദർഭത്തിൽ അറാക്കരെ ചൗച്ചിട്ട് കൊടുത്തു ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു പല്ല് തേപ്പാട്ടി കൊടുക്കുകയും അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പുനീറുമായിട്ട് തട്ടിയത് ഉപ്പുനീറാണ് ബഹുമാനപ്പെട്ട ഉമ്മനീറാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഉപ്പുനീറാണ്. അപ്പോൾ അത്രയ്ക്കും ഒരു ബാന്ധവ്യം അത്തരം ഒരു പീസും ആരട്ടിന്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇതെന്ത്. അത് മാത്രമല്ല ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഇരട്ടിക്ക് ഇക്ര സന്ദർഭത്തിൽ എന്തും വന്നു ഇന്ത് വഹിയും കൂടി എന്തായിട്ട് ഇന്ത് വന്നോണ്ട് ഇന്ത്. ഞാൻ അതുപോലെ ഒരുപാട് ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം ഇന്നും നിങ്ങൾക്ക് വേണമെന്ന് കണ്ടെങ്കിൽ എന്താക്കുക കമൻറ്റ് ഇടാം. ഞാൻ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഒരുപാട് ചരിത്രം എന്താക്കുക ഇന്നും ചൊന്തരാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പിന്നെ ഒരുപാട് വർഷം ഏകദേശം 48 വർഷത്തോളം ജീവിച്ചു. വഫാത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ ഏകദേശം 48 വർഷത്തോളം ജീവിച്ചത് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്താക്കി ജീവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൽ പിന്നെ ഒരുപാട് ആൾക്കാർക്ക് എന്തായി ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അതായത് സംശയമായിട്ട് പണ്ട ആൾക്കാർക്കും അതേപോലെ ഒരുപാട് സ്വഹാബികളെ വനിതകൾ വന്നിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്ന് പഠിച്ചുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹിജ്റ 58 വർഷത്തിലാണ്. ഹിജ്റ 58 മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അവിടുത്തെ വഫാത്ത് ആവുന്നത്. അപ്പോൾ വഫാത്ത് ആവുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ എന്തായിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട്. അതായത് അള്ളാഹുടെ മുമ്പിൽ ഞാൻ എത്തുമ്പോൾ എങ്ങനെ ആയിട്ടിക്കുവാനാണെന്ന് ചൊല്ലത്. ഇത്രയും വലിയൊരു മഹദിയാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിയാണ്, അതുപോലെ ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്. അപ്പോൾ ഇത്രയുള്ള പദവി ഉണ്ടായിട്ടും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പേടിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ പോകുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായി പോകും എന്നുള്ളൊരു പേടിയിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവസാനം വഫാത്ത് ആവുന്ന സന്ദർഭത്തിൽ ഒരുപാട് വസിയത്തെല്ലാം ചൊന്നിട്ടുണ്ട്. അതായത് നൻ്റെ എവിടെ മരമാടണോ ജന്നത്തുൽ ബഖീൽ എന്താണോ നൻ്റെ ഖബറെടുക്കണ ജന്നത്തുൽ ബഖീലാണ്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട, അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മുട്ട എന്തെന്ത് ഖബറെടുക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെന്നത് നൻ്റെ ഖബറെടുക്കണത് ജന്നത്തുൽ ബഖീലാണ്. ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാക്കി പെഞ്ഞൈമാരയോടാണ് അടക്കിയത്. അവിടെ നണ്ടെന്താക്കും അടക്കോറുണ്ടാണ് ചൊന്നത്. അത്രക്കും വിനയാണ്. അതേപോലെ നണ്ടെന്താക്കുന്നു ജാവുകയാണ് നിങ്ങൾ എന്താക്കുന്നത് ഖബറെടുക്കണായതുകൊണ്ടല്ല ചൊന്നിട്ടിന്തം. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹിജ്റ 58 ചൊന്നതുപോലെ ഹിജ്റ 58 റമളാൻ തിങ്കളിൽ ഒരു റമളാൻ പോണേലാണ്ടാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവിടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോണ്ടത്, അതായത് വഫാത്തായി പോണ്ടത്.
അങ്ങനെ ബഹുമാനപ്പെട്ട അങ്ങനെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വഫാത്ത് അവിടെ ആ ഒരു സന്ദർഭത്തിൽ, അതായത് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഒരു വിത്ര നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാർ പോകേണ്ട ഒരു സന്ദർഭത്തിലായിട്ട് ഇത് എന്താവുള്ളത് വഫാത്തായ വിഷയം ഗൊന്താവുള്ളത്. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായ സന്ദർഭത്തിൽ മദീനത്തിലെ ആൾക്കാർ ഫുള്ളായിട്ട് ആൾക്കാർ ബേജാറിലായി പോയാറുണ്ടാണ്. ആ ഒരു സന്ദർഭത്തിൽ അത്രക്കും ആൾക്കാരാണ് ആ ഒരു വഫാത്തായ ആ ഒരു ജാവുലും അത്ര ആൾക്കാർ മദീന ഫുള്ളായിട്ട് നിറഞ്ഞു പോയിട്ടുണ്ടാണ്. അതായത് ആൾക്കാർ ഈ മടൽ, അതായത് ഈ ഈത്തബലത്തെ മടൽ കൊണ്ടിട്ടാണ് ബെൽച്ചം ഉണ്ടാക്കിയത് അല്ലേ, അതായത് കത്തുവാട്ടിയത്. ആ ഒരു ബെൽച്ചം കൊണ്ടാണ് മദീന അവർക്ക് സുബൈ പോലെ ആയിപ്പോയിട്ടുണ്ടാണ്. അതായത് അത്രയും ആൾക്കാർ മദീനത്തിൽ നിറഞ്ഞു പോയാറുണ്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ പണ്ഡിതനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഒരുപാട് ഹദീസ് ആക്കിയത്തെ സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ആ ഒരു ജാവുക മയ്യത്ത് ഖബറടക്കിയത്. അങ്ങനെ ജന്നത്തുൽ ബഖീലാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ എന്തുള്ളത് മക്ബറ ഉള്ളത് ചൊല്ലുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ചിട്ടുള്ള ചെറിയൊരു സ്റ്റോറിയാണ് ചൊന്നതും. ഒരുപാട് സ്റ്റോറി ഇനിയും ഉണ്ട് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടും ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നിങ്ങൾ വേണുണ്ട് കണ്ടെങ്കിൽ എന്താക്കാർ കമൻറ്റ് ആക്കാറോ, ഞാൻ ബാക്കിയുള്ള ചരിത്രം എന്താക്കുക ചൊന്തരാം. ഏതായാലും ബഹുമാനപ്പെട്ട മഹദിർ കൂടെ ഞങ്ങളെല്ലാവരും നാലെന്താക്കുക സ്വന്ന ജന്നാത്തു നഈം എന്ന സ്വർഗ്ഗത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ ചൊന്തു. ഇൻഷാ അല്ലാഹ് ബണ്ട് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ചരിത്രമായിട്ട് അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.